സുമാബത്ത് ബിൻ ഖുസാൽ എന്ന് പറയുന്ന ഒരു രാജാവ്, യമാമ ഭരിച്ചിരുന്ന രാജാവാണ്. അദ്ദേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വളരെ മോശമായി, ഹബീബായ തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് വളരെയധികം പ്രചരണങ്ങൾ നടത്തിയപ്പോൾ ത്വഹാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഓർഡർ പ്രഖ്യാപിക്കുകയാണ്. യമാമയിലെ രാജാവായ സുമാമയെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവരണം, എന്നിട്ട് എന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർഡർ പ്രഖ്യാപിക്കുമ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യമാമയിലേക്ക് പോകുന്നു. എന്നിട്ടതാ സുമാമയെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സുമാമയെ നിർത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഓ സുമാമ, നീ എന്നെ വളരെയധികം ധിക്കരിച്ചു, എന്റെ പ്രസ്ഥാനത്തെ വളരെയധികം നീ മോശമായി പെരുമാറിക്കൊണ്ട് ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് നല്ലതിനല്ല സുമാമ. അതുകൊണ്ട് നീ ഈ സമയം എന്നിൽ വിശ്വസിച്ചു കൊള്ളണേ സുമാമ എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സുമാമയതാ വളരെയധികം ധിക്കാരത്തോടെ പറയുന്നു, മുഹമ്മദേ, ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കുകയില്ല. എന്നെ ഈ മദീനയിലിട്ട് ആക്രമിച്ചാൽ, ഈ മദീനയിലിട്ട് എന്നെ കൊന്നാലും ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കുകയില്ല. എനിക്ക് ഈ മദീനയിലാണ് സ്ഥാനമെങ്കിൽ എനിക്ക് യമാമ മുഴുവനും ഭരിക്കുന്ന ഒരു രാജാവാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിനക്ക് ആക്രമിക്കാൻ കഴിയൂല മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് യമാമയിലെ രാജാവ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ടതാ അലറി വിളിക്കുമ്പോൾ അതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഓ ഹബീബായ തങ്ങളെ, അങ്ങ് വളരെയധികം മോശമായി അങ്ങോട്ട് പെരുമാറുന്ന സുമാമയെ ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ നബിയേ എന്ന് മഹാനായ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതാ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, ഓ ഉമറേ, ഉമറേ, ഇത് യമാമയുടെ രാജാവായ സുമാമയാണ്, നമുക്കങ്ങനെ ആക്രമിച്ച് കളയേണ്ടതില്ല, അദ്ദേഹത്തെ അങ്ങ് വെറുതെ വിട്ട് കളയണമെന്ന് അതാ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ അതാ ആ സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വലിയ സങ്കടം വന്നു. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ വിട്ട് കളയുകയല്ലേ, എന്താണ് നബിയെ അങ്ങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഓ ഖാലിദ് ബിൻ വലീദ് തങ്ങളെ, അദ്ദേഹം പോകട്ടെ, അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ നമുക്ക് അർഹതയില്ല. ഇതങ്ങ് പറഞ്ഞപ്പോൾ അതാ ഖാലിദ് ബിൻ വലീദ് തങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങളും അതാ യമാമയിലെ രാജാവായ സുമാമയെ പറഞ്ഞയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല സ്വഭാവമാണ്. അതാ സുമാമ അവിടുന്ന് ചിന്തിക്കുകയാണ്, എന്നെ വളരെ ഫലമായി പിടിച്ചുകൊണ്ട് എന്നെ ഇവിടെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടും ഈ മുഹമ്മദൻ ആക്രമിച്ചില്ലല്ലോ, ഈ മുഹമ്മദൻ ആക്രമിച്ചില്ലല്ലോ, എന്ത് നല്ല സ്വഭാവമാണ്. അതാ അവിടുന്ന് സുമാമ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം. അത്രയധികം നല്ല സ്വഭാവമുള്ള ഒരു നേതാവ് എവിടെ കിട്ടാനാ? അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ.